ഹലോ മക്കളെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിൻ്റെ പ്രിപ്പറേഷനിലായിരിക്കും അല്ലേ? അപ്പോൾ തന്നെ പലരും വിചാരിക്കുന്നുണ്ടാവും, ഇത്ര നേരത്തെ ക്രിസ്മസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യണോ? ഇതിപ്പോൾ ഒക്ടോബർ അല്ലേ ആയിട്ടുള്ളൂ, ഇനി നവംബറൊക്കെ ഉണ്ടല്ലോ, ആ സമയമാകുമ്പോഴേക്കും പ്രിപ്പയർ ചെയ്യാം എന്നൊക്കെ കരുതിയിരിക്കുന്ന കുറച്ച് മക്കളുണ്ടാവും. അല്ലെങ്കിൽ കുറേ മക്കൾ പറയുന്ന ഒരു കാര്യമാണ്, മിസ് ക്രിസ്മസ് എക്സാമിന് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നാളെ പഠിക്കാം എന്ന് പറഞ്ഞിങ്ങനെ മുന്നോട്ട് പോവാണ്. ഇങ്ങനെ നാളേക്ക് നീട്ടി വെക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടിയാണ് മിസ് ഈ ഒരു കാര്യം പറയണത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഏകദേശം നമുക്ക് എത്ര ദിവസമുണ്ട് നിങ്ങൾ കൂട്ടി നോക്കിയിട്ടുണ്ടോ? ഇപ്പം നമ്മുടെ ഒക്ടോബർ ഇപ്പോൾ ഏകദേശം ഒരു 8 ആയിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഏകദേശം നിങ്ങൾ ആ ഒരു 8 ദിവസം ഒഴിവാക്കിയാൽ തന്നെ ഇപ്പം നമുക്ക് എന്തായാലും ഡിസംബർ ഒരു 11th ആ ഒരു സമയമായിരിക്കുമല്ലോ നമ്മുടെ ക്രിസ്മസ് എക്സാം തുടങ്ങാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ 2 മാസം തികച്ചു പോലും ഇല്ല അല്ലേ? നമുക്ക് വെറുതെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 70 ഡേയ്സോ അല്ലെ ഒരു 40 ഡേയ്സ് അല്ലെ 50 ഡേയ്സേ നിങ്ങൾക്ക് ആക്ച്വലി ബാക്കിയുള്ളൂ. നമ്മുടെ നവംബർ മാസത്തിലെ ഫുൾ എടുത്തു കഴിഞ്ഞാലും ഇനി ഒക്ടോബറിലുള്ള ഇതിൻ്റെ ബാലൻസ് ഉള്ള ഒരു 20 ഡേയ്സ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം എത്ര ഉണ്ടാവും? ഒരു 50 ഡേയ്സ് അല്ലേ? അപ്രോക്സിമേറ്റ്ലി 50 ഡേയ്സ് അല്ലേ ഉള്ളൂ. ഈ 50 ദിവസം കൊണ്ട് വേണം നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിൻ്റെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കാൻ. അപ്പം നിങ്ങൾ ഈ ലാസ്റ്റ് മിനിറ്റിലേക്ക് പഠിക്കുകയാണ്, അല്ലെങ്കിൽ നാളെ എന്ന് പറഞ്ഞ് നീട്ടി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ ദിവസവും നിങ്ങളുടെ സമയം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ട്, ഞങ്ങൾ ഓണം എക്സാമിന് ലാസ്റ്റ് മിനിറ്റിലൊക്കെ പഠിച്ചു, എന്നിട്ട് ഞങ്ങൾ നല്ലപോലെ എഴുതി എന്നൊക്കെ നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ ഇത് ക്രിസ്മസ് എക്സാമിന് നടക്കില്ല. കാരണം എന്താണെന്നറിയാവോ? ഒന്നാമത്തെ കാര്യം, ക്രിസ്മസ് എക്സാമിനുള്ള ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം ഭയങ്കര കൂടുതലാണ്. പിന്നൊരു കാര്യം, നിങ്ങളുടെ ഓണം എക്സാമിൻ്റെ ചാപ്റ്റേഴ്സ് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിനുണ്ടാവും അല്ലേ? പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഓണം എക്സാം നടന്നു കഴിഞ്ഞപ്പോൾ കുറേ പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാകും, ഇനി ഈസി ആയിട്ട് അങ്ങോട്ട് ലാസ്റ്റ് മിനിറ്റിൽ പഠിച്ചല്ലേ ബൈ ഹാർട്ട് ചെയ്തിട്ട് പോയിട്ട് എക്സാം എഴുതി കളയാം എന്ന് പറയുന്നൊരു കാര്യം നടക്കില്ല. അതെല്ലാ തരത്തിലും നമുക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലേ? പിന്നെ നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ മാത്രം പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എക്സാം ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യം പലർക്കും തിരിച്ചറിവുണ്ടായിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു ഓണം എക്സാമിലൂടെ. എക്സാം ഹാളിൽ എത്തി ബ്ലാങ്കായി, എക്സാമിൻ്റെ തലേന്നിരുന്ന് ഫുള്ള് ഉറക്കമൊഴിച്ചിരുന്ന് പഠിച്ചു, പക്ഷേ ബ്ലാങ്കായി. എഴുതാൻ വിചാരിച്ചിട്ട് ആ കാര്യമുണ്ട്, പക്ഷെ എഴുതാൻ അങ്ങോട്ട് കിട്ടുന്നില്ല അല്ലേ? ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ നമ്മൾ ഓണം എക്സാമിലൂടെ നമുക്ക് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വരാതിരിക്കാൻ, ക്രിസ്മസ് എക്സാമിന് ഇനി ഉണ്ടാവാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇപ്പോഴേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കോൺസെപ്റ്റ് ക്ലിയർ ആക്കി പഠിക്കുക എന്നുള്ളതാണ്. കാരണം ഈ പ്രശ്നങ്ങളെല്ലാം മാറ്റി വെച്ചാൽ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് ലാസ്റ്റ് മിനിറ്റിൽ പഠിച്ചു കഴിഞ്ഞാൽ എക്സാം ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ ഒന്നും ഓർമ്മ ഉണ്ടാവണം എന്നില്ല. നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് കിട്ടില്ല. ഓക്കെ, ആൻഡ് നമുക്ക് എത്രത്തോളം ചാപ്റ്റേഴ്സ് ഉണ്ട്, ഓണം എക്സാമിൻ്റെ ഡബിൾ ചാപ്റ്റേഴ്സ് ഉണ്ട് നമുക്ക് അല്ലേ? ഇതൊന്നും കൂടാത്തതിന് നമ്മൾ ആ ലാസ്റ്റ് മിനിറ്റ് പഠിക്കുമ്പോൾ നമ്മളുടെ ടെൻഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അയ്യോ, ഇത് പഠിച്ചിട്ടില്ല, അത് പഠിച്ചിട്ടില്ല. അപ്പം നമ്മുടെ ഫ്രണ്ട്സ് ചോദിക്കും, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നീ പിടിച്ചോ. ഇതും പഠിച്ചിട്ടില്ല, അത് പഠിച്ചിട്ടില്ല, മൊത്തം ആകെ കൂടെ എന്താണ്, നമ്മൾ ടെൻസ്ഡ് ആവും. ഇനി അത് മാത്രമല്ല, എക്സാം ടൈമിൽ നമ്മൾ യൂട്യൂബിലൊക്കെ മാരത്തൺ പോകുന്ന സമയത്ത് ഓരോ കുട്ടികൾ നേരത്തെ മുതലേ പഠിച്ചു തുടങ്ങിയിട്ടുള്ള മക്കൾ, അല്ലെങ്കിൽ നമ്മുടെ ബാച്ചിലുള്ള മക്കളൊക്കെ ഇതിൻ്റെ ആൻസേഴ്സ് പറയുമ്പോൾ നിങ്ങൾ എന്താ വിചാരിക്കുക? എല്ലാവരും പഠിച്ചു തീർന്നു, ഞാൻ മാത്രം പഠിച്ചിട്ടില്ല. ടെൻഷനായി, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. ആകെ മൊത്തം നമ്മുടെ എക്സാം ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു രീതിയിലേക്ക് മാറും. ഇതിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ ശരിക്കും നമുക്ക്? ഇല്ല അല്ലേ? നമ്മൾ ഇനിയുള്ള സമയമെങ്കിലും നമ്മൾ കോൺസെപ്റ്റ് ക്ലിയർ ആക്കി പഠിക്കുകയാണെങ്കിൽ, ഓക്കെ, അതിനനുസരിച്ച് ഓരോ ചാപ്റ്റേഴ്സായിട്ട് ക്ലിയർ ചെയ്ത് പോയി അതിനനുസരിച്ച് ചോദ്യങ്ങൾ കൂടെ പ്രാക്ടീസ് ചെയ്ത്, ഓക്കെ, നിങ്ങൾക്ക് ഇനിയിപ്പോൾ സമയം ഉണ്ടെങ്കിൽ അതിനൊരു എക്സാം മോക്ക് ടെസ്റ്റ് ഒക്കെ എടുത്തിട്ട് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ഒഴിവാക്കാൻ പറ്റും. നമ്മുടെ മുന്നിലൊരു അപകടമുണ്ട്, അതിന് ഒഴിവാക്കാനുള്ള ഒരു ചോയ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ, നമ്മളോട് പറയുകയാണ് നാളെ ഭൂകമ്പം വരും, നിങ്ങൾ ഇവിടെ നിന്ന് എല്ലാവരും മാറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാറുകയാണ് ചെയ്യുക അവിടെ നിന്ന് അല്ലേ? നമ്മൾ ആ സ്ഥലത്ത് നിന്ന് എല്ലാവരെയും നമ്മുടെ ഗവൺമെൻറ് ഒഴിപ്പിക്കും. കാരണം എന്താണ്? അപകടം മുന്നിൽ കണ്ടിട്ട് നമ്മൾ നമ്മളെ സേഫ് ആക്കി വെക്കണം അല്ലേ? അപ്പോൾ അതേപോലെ എന്താണ്, ഒരു അപകടമാണ് നിങ്ങളോട് പറയണത്, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവും, നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റില്ല, നിങ്ങൾക്ക് മാർക്സ് കിട്ടില്ല, എല്ലാവർക്കും നല്ല മാർക്സ് ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ പഠിക്കാത്തത് കാരണം നിങ്ങൾക്ക് മാർക്ക് കുറയും, ഇങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവും. അത് മാറ്റാൻ നിങ്ങൾ ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ചെയ്ത് നമ്മളെ സേഫ് ആക്കല്ലേ വേണ്ടത്? യെസ്, അങ്ങനെ ഒരു കാര്യം എൻ്റെ മക്കൾക്ക് മനസ്സിലായെങ്കിൽ ഇനിയെങ്കിലും പഠിച്ചു തുടങ്ങാം. അതിനി നമ്മളുടെ എക്സാം വിന്നറിൻ്റെ കൂടെയാണ് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ മക്കളെ, നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ ഇപ്പോഴും നമുക്ക് അഡ്മിഷൻ ഓപ്പൺ ആണ്. നിങ്ങൾക്ക് താല്പര്യമുള്ള മക്കൾക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ സമയം അനുസരിച്ച്, കാരണം നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്കറിയാം ലൈവ് ക്ലാസ്സുകളാണ്, ആ ലൈവ് ക്ലാസ്സിൻ്റെ ഒക്കെ റെക്കോർഡഡ് വേർഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് കണ്ട് നിങ്ങൾക്ക് സ്പീഡ് കുറച്ചോ നിങ്ങളുടെ സമയത്തിന് നിങ്ങൾക്കത് കണ്ട് തീർത്ത് അതിൻ്റെ ക്വസ്റ്റ്യൻസ് വർക്ക്ഷീറ്റും ചെയ്ത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതും ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ
പറയുന്ന പ്രശ്നങ്ങളെല്ലാം മാറ്റി നിങ്ങളെ സേഫാക്കി വെക്കാം. ഓക്കെ, അങ്ങനെ കോൺഫിഡൻസോട് കൂടി നിങ്ങൾ ക്രിസ്മസ് എക്സാം എഴുതുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പബ്ലിക് എക്സാം വരുന്ന സമയത്ത് നമുക്ക് വലിയ ടെൻഷൻ ഉണ്ടാവില്ല. കാരണം നമ്മുടെ ടോട്ടൽ ചാപ്റ്റേഴ്സിൻ്റെ 3/4 ഭാഗത്തോളം നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് ഫേസ് ചെയ്യാൻ പോവാണ്. അത് നിങ്ങൾ പഠിച്ച് നല്ലപോലെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ടെൻഷൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഈ രീതിക്ക് എൻ്റെ കുട്ടികൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ, അത് നമ്മുടെ എക്സാമിനറുടെ കൂടെ കോൺഫിഡൻസോട് കൂടി പഠിക്കണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. എല്ലാ കാര്യങ്ങളും വെച്ച് സൂപ്പറായിട്ട് ക്ലിയർ ആക്കി പഠിച്ച് പിന്നെ റിവിഷനും കൂടെ ചെയ്ത് കഴിയുമ്പോൾ, നമ്മൾക്കറിയാം നമ്മുടെ എക്സാം ടൈമിലായിരിക്കും നമ്മൾ യൂട്യൂബിൽ റിവിഷൻ ക്ലാസ്സുകളൊക്കെ പോകുന്നുണ്ടാവുക. ആ റിവിഷൻ ക്ലാസ്സുകൾ കൂടി നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ്, എക്സാം ഹാളിൽ ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും നമുക്ക് ഈസി ആയിട്ട് അത് ഓർത്തെടുക്കാൻ വേണ്ടി പറ്റും. ഒരു കാരണവശാലും ലാസ്റ്റ് മിനിറ്റിലുള്ള യൂട്യൂബ് ലൈവ് മാത്രം നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കരുത്. ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ വളരെ കഷ്ടപ്പെടും എൻ്റെ കുട്ടികൾ. അപ്പോൾ അതിനൊരു അവസരം ഉണ്ടാക്കാതിരിക്കുക, നല്ലപോലെ പഠിക്കുക. വേറെ ഏതെങ്കിലും രീതിയിൽ പഠിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ലാതെ നിങ്ങൾ പഠിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഓപ്ഷൻസിലൂടെ പഠിക്കുന്നുണ്ട്, ഇപ്പോൾ സ്കൂളിലെ ക്ലാസ്സുകൾ വെച്ച് പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ട്യൂഷന് പോകുന്നുണ്ടെങ്കിൽ ഒന്നും കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ അവിടെയൊക്കെ പോയിട്ട് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നമ്മുടെ എക്സാമിനർ ഉണ്ടാകും. ഓക്കെ, ഇനി ഇതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ എക്സാമിനർ നിങ്ങൾക്ക് ഒരു മുന്നിലൊരു ചോയ്സ് ആയിട്ടുണ്ട്. ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും. താല്പര്യമുള്ള മക്കളാണെങ്കിൽ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. എന്തുകൊണ്ടാണ് മിസ് വേഗം തന്നെ പറയുന്നത്? എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ ഒരു ചോയ്സ് എടുക്കുന്നോ, ആ ഒരു തീരുമാനം എടുക്കുന്നോ, അത്രയും നേരത്തെ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങും. താല്പര്യമുള്ള മക്കളാണെങ്കിൽ മെസ്സേജ് ചെയ്യുക. അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.